തന്റെ 20-ാം വയസ്സിൽ 200 ദശലക്ഷം വിറ്റുവരവുള്ള കമ്പനിയുടെ ഉയർന്ന വരുമാനം നേടുന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു ഹാൽ എൽറോഡ്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കാർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ശരീരം ഛിന്നഭിന്നമായി. എന്നാൽ അത്ഭുതമെന്നോണം അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചുകിട്ടി. ജീവിതം ഒരുപാട് നിരാശകൾ സമ്മാനിച്ചെങ്കിലും തകരാൻ തയ്യാറായില്ല അദ്ദേഹം. വീണ്ടും അതേ ആർജവത്തോടെ ജോലിയിൽ തിരിച്ചെത്തി മുന്നേറാൻ തുടങ്ങി. ശരീരത്തിന്റെ പരിധികൾ വകവയ്ക്കാതെ സ്വന്തം ജീവിതം ഇൻസ്പിറേഷനാക്കി അദ്ദേഹം പല പ്രമുഖ വേദികളിലും പ്രഭാഷണം നടത്താനും തുടങ്ങി. അങ്ങനെ ജീവിതം വീണ്ടും പച്ചപിടിക്കാൻ തുടങ്ങി. ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആയ ദ മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളാണ് എംപവർ വിത്ത് മുഫയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ സ്ലോ ആയിട്ടോ ലെങ്തി ആയിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹാൽ എൽറോഡിന്റെ ജീവിതം പച്ച പിടിച്ചു വരുമ്പോഴാണ് 2007 US ഇക്കോണമി പാടെ തകരുന്നത്. ആദ്യം ഉണ്ടായ ആക്സിഡന്റിനേക്കാൾ ഭയാനകമായിരുന്നു അദ്ദേഹത്തിന് ഇത്. ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഹാൽ എൽറോഡിന്റെ വരുമാനം പകുതിയായി കുറഞ്ഞു. ബില്ലുകളും മറ്റും കുടിശ്ശികയായതോടെ അദ്ദേഹം $4,25,000 കടക്കാരനായി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കെട്ടിപ്പൊക്കിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ വീണുകൊണ്ടേയിരുന്നു. ജീവിതം മെച്ചപ്പെടുത്താനായി പല പുസ്തകങ്ങളെയും സെമിനാറുകളെയും സമീപിച്ചു. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. ഒട്ടും സഹിക്കവയ്യാതെ ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിനോട് അദ്ദേഹം തന്റെ അവസ്ഥ തുറന്നു പറയുകയാണ്. ഇത് കേട്ട സുഹൃത്ത് ചോദിച്ചത്, നീ വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു. സ്റ്റാർട്ട് റണ്ണിങ്, സുഹൃത്ത് ഉപദേശിച്ചു. എന്നാൽ ആദ്യം ഹാൽ എൽറോഡ് അത് കേൾക്കാൻ തയ്യാറായില്ല. പക്ഷേ സുഹൃത്ത് വീണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാതിരുന്ന ഹാൽ എൽറോഡ് അടുത്ത പ്രഭാതത്തിൽ ഓടാനായി തീരുമാനിച്ചു. ആ മോർണിംഗ് റണ്ണിൽ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചറിവ് വളരെ വലുതായിരുന്നു. ഡെയിലി ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് സംഭവിച്ചത് അത്ഭുതങ്ങളായിരുന്നു. അങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാതിരുന്ന ഹാൽ എൽറോഡ് മോർണിംഗ് റുട്ടീൻസിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് 6 ശീലങ്ങൾ പ്രഭാതങ്ങളിൽ കൊണ്ടുവരാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തിന്റെ ജീവിതം അതിവേഗം മാറാൻ തുടങ്ങി. അന്നത്തെ ആ പ്രഭാതത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദ മിറാക്കിൾ മോർണിംഗ് എന്നായിരുന്നു. ദ മിറാക്കിൾ മോർണിംഗ് എന്ന പുസ്തകത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച 6 ശീലങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു ആർ റെഡി ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ദെൻ കീപ് ലിസണിങ്. നാളെ രാവിലെ നമ്മൾ ഉണരേണ്ടതിന്റെ ആവശ്യം എന്താണ്? മനുഷ്യന്റെ ഒരു ദിവസത്തെ മനോഭാവത്തെ നിശ്ചയിക്കുന്നതിൽ അന്നത്തെ ആദ്യ മണിക്കൂറുകൾ വളരെയധികം പങ്കുവഹിക്കുന്നു. ഒരു ദിവസത്തെ ഇന്ധനമാണ് മോർണിംഗ് റുട്ടീൻസ്. അതിനായി നിങ്ങൾക്ക് ഇന്നു രാത്രി തന്നെ തയ്യാറെടുക്കാം. 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ ഉറക്കം കംപ്ലീറ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ നാളെ മുഴുവൻ ക്ഷീണമായിരിക്കും. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുകൾ കൊണ്ട് കിടന്നുറങ്ങിയാൽ തീർച്ചയായും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ പോകുന്നില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തന്നെ നാളത്തെ പ്രഭാതത്തിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നാൽ രാവിലെ ഒന്നും ചെയ്യാനില്ലാത്ത നിങ്ങൾ എന്തിനു നേരത്തെ എഴുന്നേൽക്കണം? ഈ വീഡിയോ മുഴുവൻ കാണുന്നതോടെ ഈ സംശയം ഇല്ലാതെയാവും. എല്ലാവരും ഉണരുന്നതിന് മുൻപ് നിശബ്ദമായ ആ സമയത്ത് ഞാൻ ഉണരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായും അതിരാവിലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വൈകി എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അലാം നേരത്തെയാണ് സെറ്റ് ചെയ്തതെങ്കിലും അത് സ്നൂസ് ചെയ്ത് നിങ്ങൾ തണുപ്പിൽ പുതച്ചു മൂടി സുഖമായി ഉറങ്ങുകയാണ്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഉണർന്നു. അപ്പോഴേക്കും ലോകം അതിന്റെ നോയ്സ് പുറത്തുവിടാൻ തുടങ്ങിക്കാണും. പിന്നെയുള്ളത് യാന്ത്രികമായ ഓട്ടമാണ്. ടാസ്കുകളിൽ നിന്നും ടാസ്കുകളിലേക്ക് ഒരു യന്ത്രത്തെ പോലെ. ആരോടൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നു, ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നു. ചിലപ്പോൾ കുറച്ചു നേരത്തേക്കുള്ള സന്തോഷത്തിനും ആസ്വാദനത്തിനുമായി സമയത്തെ കത്തിച്ചു തീർക്കുന്നു. അവിടെയാണ് രാവിലത്തെ നിശബ്ദമായ മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിന് മീനിങ് ഫുൾ ആവുന്നത്. ജീവിതത്തിൽ പ്രത്യേക ഉദ്ദേശങ്ങൾ പിന്തുടരുന്ന ആളുകൾക്ക് മാത്രമേ പ്രഭാതത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കണ്ണുകളുടെ ഉറക്കത്തിന്റെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറ്റാവുന്നത്ര ഫ്രഷായി ഫോക്കസ് കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത് തന്നെ പേന, പുസ്തകം, വെള്ളം തുടങ്ങിയവ കരുതാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ദ മിറാക്കിൾ മോർണിംഗിന്റെ ആദ്യത്തെ റുട്ടീനാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൈലന്റ് ആയി മൈൻഡിനെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ്. മെഡിറ്റേഷന്റെ പല സ്ട്രാറ്റജീസും നിങ്ങൾക്ക് പല വീഡിയോ വഴിയും കണ്ടെത്താം. ഏറ്റവും സിമ്പിളായി എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാലുകൾ ക്രോസ് ആയി മടക്കി വെച്ച് സ്ട്രെയിറ്റ് ആയി ഇരിക്കുക. മനസ്സിനെ ബ്ലാങ്ക് ആക്കി വയ്ക്കുക. ശേഷം നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പോകുന്ന പൊസിഷനിൽ ഫോക്കസ് കൊടുക്കുക. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി നിറയുകയാണ് എന്ന് കരുതുക. പതിയെ ശ്വാസം വിടുക.
ഓരോ തവണ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും എൻ്റെ ഉള്ളിലെ എല്ലാ നെഗറ്റിവിറ്റിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക. ഇത് പറ്റാവുന്നത്ര റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ പല ചിന്തകളും മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഫ്രസ്ട്രേറ്റഡ് ആവാതെ അത് ഓക്കെ ആണെന്ന് വിചാരിച്ച് പതിയെ വീണ്ടും ശ്രദ്ധ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. റെഗുലർ മെഡിറ്റേഷൻ നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഏകാഗ്രത തരുന്നു. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അത് സഹായിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഹാബിറ്റിലേക്ക് കടക്കുകയാണ്, അഫർമേഷൻ. നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഫർമേഷൻ എന്നത് ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. എന്താണ് അഫർമേഷൻ എന്ന് പറഞ്ഞു തരാം. ഒരു പെന്നും പുസ്തകവും എടുക്കുക. നിങ്ങൾ ഡയറി എഴുതുന്ന ആളാണെങ്കിൽ ആ പുസ്തകം മതിയാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾ ജീവിക്കുന്നു എന്ന് കരുതുന്നതാണ് അഫർമേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഏരിയ ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് അതിൽ ഫോക്കസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ് എക്സെട്ര. ഉദാഹരണത്തിന്, ഞാൻ എല്ലാ ദിവസവും എൻ്റെ പഠനത്തിനായി 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏരിയയിൽ ഫോക്കസ് കൊടുത്ത് പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വയ്ക്കാം. എല്ലാ ദിവസവും ശ്രദ്ധയോടെയും ട്രൂ ഇമോഷനോടെയും വായിക്കുക. വാക്കുകൾ വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്ത ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റിലേക്ക് കടക്കാം, വിഷ്വലൈസേഷൻ. ആദ്യം തന്നെ മൈൻഡിനെ ക്ലിയർ ആക്കിയ ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ മോർണിംഗ് റുട്ടീൻസ്, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്പേസ്, നിങ്ങളുടെ വിജയം, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തും ഇമാജിൻ ചെയ്യാം. ഇത് അവിടെ എത്താനുള്ള തയ്യാറെടുപ്പ് നടത്താൻ നിങ്ങളുടെ മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് എടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് മിറാക്കിൾ മോർണിംഗിന്റെ അടുത്ത ഹാബിറ്റ് എന്നത് ജേർണലിംഗ് ആണ്. ഡയറി എന്നും നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തും നിങ്ങളുടെ ജേർണലിൽ എഴുതാം. ജീവിതത്തിൽ ഒരു ജേർണൽ കരുതുന്നത് നിങ്ങളെ ഇമോഷണലി, ഫിസിക്കലി അങ്ങനെ എല്ലാ ഏരിയാസിലും ഇംപ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ലൈഫ് പ്ലാൻസ്, തലേന്നത്തെ എക്സ്പീരിയൻസ്, ഇന്നത്തെ പ്ലാൻസ്, അടുത്ത ഒരാഴ്ച എങ്ങനെ മുന്നോട്ട് പോകണം, നിങ്ങളുടെ ഇമോഷൻസ്, തോട്ട്സ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് ജേർണൽ ചെയ്യാം. സമയം കുറവാണ് നിങ്ങൾക്കെങ്കിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതാം. ജേർണലിംഗ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ഓവറോൾ വെൽബീയിങ്ങിനെയും പ്രചോദിപ്പിക്കുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുമെന്നതാണ്. 5ാമത്തെ ഹാബിറ്റ് എന്നത് റീഡിംഗ് ആണ്. ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സക്സസ്ഫുൾ ആക്കാനായി ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ കോൺഷ്യസ്ലി ഒരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ കൂടെ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കി വെക്കാൻ പ്രചോദിപ്പിക്കും. എന്തിനാണ് ലേസി ആവുന്നത്? നിങ്ങളിപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമയം നിങ്ങളിപ്പോൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഹെൽത്തി ഫുഡ് സ്റ്റൈൽസ്, ഹെൽത്തി ഹാബിറ്റ്സ്, പോസിറ്റിവിറ്റി, പേഷ്യൻസ് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമ്മളെ സക്സസ്ഫുൾ ആക്കുക എന്നതിലുപരി നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുന്നത് കൊണ്ട് നമുക്ക് പറ്റും. ഇനി മിറാക്കിൾ മോർണിംഗിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6ാമത്തെ ഹാബിറ്റാണ് പറയുന്നത്, എക്സസൈസ്. എക്സസൈസിൻ്റെ ഗുണം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എനർജിയെയും പ്രൊഡക്ടിവിറ്റിയെയും വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കൂട്ടാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്യേണ്ടത്. ഈ 6 ഹാബിറ്റുകൾ ശീലിച്ചാൽ തന്നെ നിങ്ങളുടെ കരിയറിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കൈകളിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായും ഭാഗ്യം എന്നതും ഒരു ഫാക്ടർ ആണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾക്ക് കൺട്രോൾ ഉള്ളത് നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മാത്രമാണ്. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായും ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിൽ ഒന്നാണ്. അതിനായി നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ ചാലഞ്ച് ഏറ്റെടുക്കാം. ദിവസം കഴിയുന്തോറും റുട്ടീൻസിൽ മാറ്റം വരുത്തി ബോറിംഗ് ആവാതെ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.